Welcome back, my dear students. So, previous video നമ്മൾ recurrence അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സീക്വൻസിന്റെ കൺവേർജൻസ് ആയിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തത് യൂസിങ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം. അതുമായി ബന്ധപ്പെട്ട പുതിയൊരു പ്രോബ്ലം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പ്രോബ്ലം is actually let z is equal to sequence zn be a sequence of real numbers defined by z1 is equal to 1 and zn plus 1 is equal to root 2 zn for n belongs to n. Show that limit zn is equal to 2. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇൻഡക്റ്റീവ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ റെക്കറന്റ് സീക്വൻസ് ആണ്. ഫസ്റ്റ് ടേം ഈസ് 1, സെക്കൻഡ് ടേം ഈസ് ആക്ച്വലി റൂട്ട് 2 ഇൻറ്റു 1, തേർഡ് ടേം ഈസ് ആക്ച്വലി റൂട്ട് 2 ഇൻറ്റു സെക്കൻഡ് ടേം. അങ്ങനെയാണ് പോകുന്നത്. ആ സീക്വൻസ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ആ സീക്വൻസിന്റെ ടേംസ് നോക്കാം. സോ ദ ഫസ്റ്റ് ടേം z1 ഈസ് ആക്ച്വലി 1. സെക്കൻഡ് ടേം z2 ഈസ് ആക്ച്വലി root 2 into 1 z1, which is z1 is 1, which is actually root 2. Third term z3 is actually root 2 into z2. Okay, so root 2 into root 2. Okay, so ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസിന്റെ ടേംസ് പോകും. ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഒന്നാമത്തെ കാര്യം, our sequence first term z1 is actually less than z2. Okay, കാരണം 1 is less than root 2 ആണ്. root 2 എന്നുള്ളത് is actually a number which is greater than 1. Okay, so z3 എന്നുള്ളത് z2 നെക്കാട്ടിലും വലുതാണ്, കാരണം z2 എന്നുള്ളത് root 2 എന്നുള്ള നമ്പർ ആണ് ഹിയർ. ഓക്കെ, അപ്പോൾ root 2 എന്നുള്ള നമ്പറിനെ നമ്മൾ വീണ്ടും root 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. അല്ലെങ്കിൽ root 2 എന്നുള്ള നമ്പറിനെ വീണ്ടും 1നെക്കാട്ടിലും വലിയ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് z3 കിട്ടുന്നത്. സോ z3 is actually less than z2. സോ ഇത് നമുക്ക് ഫസ്റ്റ് 3 ടേമിൽ നിന്ന് മനസ്സിലാകുന്നത്, നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ആക്ച്വലി an increasing sequence. ഇതൊരു ഒബ്സർവേഷൻ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം is 1 which is less than 2, second term is root 2 which is less than 2, third term is root 2 into root 2 which is less than 2. So in general നമ്മുടെ ഒബ്സർവേഷൻ zn is less than 2 ആണോ എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കേണ്ടത്. സോ ഫസ്റ്റ് തിങ് വിച്ച് വി ഹാവ് ടു എസ്റ്റാബ്ലിഷ്, വിച്ച് ഈസ് ഒബ്സർവ്ഡ് ഫ്രം ദ ഫസ്റ്റ് ത്രീ സീക്വൻസ്, ഇസ് ദാറ്റ് ദ സീക്വൻസ് ഈസ് ആക്ച്വലി ഇൻക്രീസിംഗ്. സെക്കൻഡ് തിങ് ഈസ് ഫസ്റ്റ് 3 ടൈംസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 2. സോ ഇൻ ജനറൽ zn ഈസ് ലെസ് ദാൻ 2 ആണോ. നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. വി പ്രൂവ് the arguments using induction. So ഇത് രണ്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ സീക്വൻസ് ഇസ് monotonic increasing and bounded, which means sequence is convergent. പിന്നെ ലിമിറ്റ് പ്രീവിയസ്ലി ചെയ്ത പോലെ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി നമ്മുടെ എക്സ്പ്രഷന്റെ അകത്തിട്ട് കൊടുത്താൽ വാല്യൂ കിട്ടും. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഈസ് വിച്ച് വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ഈസ് ദാറ്റ് we have to prove that our sequence is actually monotonic increasing. So z1 is actually less than z2. Induction which assume ചെയ്യുന്നു zk minus 1 is actually less than zk എന്ന് assume ചെയ്യുന്നു. So we assume this. നമ്മൾ ആദ്യം 2 കൊണ്ട് ഈ ഇൻഇക്വാലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഇക്വാലിറ്റി വ്യത്യാസം ഉണ്ടായിരുന്നു. So 2 into zk minus 1 is less than 2 into zk. Okay, so 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല. അടുത്ത സ്ക്വയർ റൂട്ട് എടുക്കുന്ന രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇൻഇക്വാലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച റിസൾട്ട് വെച്ചു. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2 zk minus 1 should be less than square root of 2 zk. This is actually zk. This is actually zk plus 1. So നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു zk is less than zk plus 1. അതായത് നമ്മുടെ റിസൾട്ട്
k plus 1 നും true ആണ്. Okay, so in general, by induction, Zn is less than Zn plus 1 for all n. Okay, so Zn is, our sequence Zn is monotonic increasing. This is what we have established. So first part. Next part we have to prove that Zn is less than or equal to 2 for all n എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So അതിനു വേണ്ടി Z which is 1 is actually less than 2. നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ റിസൾട്ട് 1 ട്രൂ ആണ്. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു റിസൾട്ട് ഈസ് ട്രൂ ഫോർ k. സോ Zk ഈസ് ലെസ് ദാൻ 2 എന്ന് അസ്യൂം ചെയ്തു. വി അസ്യൂം ദിസ്. നമുക്ക് k plus 1 പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ ഇതിനെ ഈ ഇൻഇക്വാലിറ്റി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2 Zk ഈസ് ആക്ച്വലി ലെസ് ദാൻ 2 into 2 which is 4. ഓക്കെ, സോ which implies ഇത് ട്രൂ ആണ്, കാരണം പോസിറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അടുത്ത സ്ക്വയർ റൂട്ട് എടുക്കുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 2 Zk ഈസ് ആക്ച്വലി ലെസ് ദാൻ സ്ക്വയർ റൂട്ട് ഓഫ് 4, which implies square root of 2 Zk is actually Zk plus 1. By definition, നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, which is less than square root of 4 is actually less than 2. So in general, result Zk plus 1 is less than 2. So the result is true for k plus 1 as well. So result is true for k plus 1. So induction വെച്ചിട്ട് in general Zn is less than 2 for all. So ഈ രണ്ട് അസംഷനിൽ നിന്ന് Zn is monotonic increasing and Zn is bounded. So Zn is monotonic increasing and Zn is bounded. So by monotone convergence theorem, Zn is convergent. So Zn convergent ആണ്. Let the limit be Z. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റിന്റെ വാല്യൂ 2 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് Z is equal to 2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, Zന്റെ ലിമിറ്റ് Z ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് Zn is equal to Z or limit of Zn plus 1 also is equal to Z. നമുക്ക് തന്നിട്ടുണ്ട് ഒരു റിലേഷൻ. The relation is Zn plus 1 is actually equal to root 2 Zn. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇതിന്റെ അകത്ത് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യണം കൺവീനിയൻസിന് വേണ്ടി. Zn plus 1 square should be equal to 2 Zn എന്ന് എഴുതാം. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ ലിമിറ്റ് n tends to infinity ആകുമ്പോൾ as n tends to infinity ആകുമ്പോൾ ലിമിറ്റ് n tends to infinity Zn plus 1 square should be equal to 2 into limit n tends to infinity Zn. ലിമിറ്റിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ലിമിറ്റ് Zn is Zn plus 1 is actually Z. So limit Zn plus 1 the whole square is actually Z square. ലിമിറ്റിന്റെ പ്രോപ്പർട്ടി. So this implies left side Z square is equal to 2 into limit Zn is Z. So Z square minus 2Z is equal to 0, which implies Z into Z minus 2 is equal to 0. So ഒന്നുകിൽ Z is equal to 0 or Z is equal to 2. Okay, നമുക്കറിയാം നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് actually 1, which is greater than 0. Okay, second term എന്ന് പറയുന്നത് root 2, which is actually greater than 0. Third term എന്ന് പറയുന്നത് which is actually root 2 into root 2, which is actually greater than 0. Okay, അല്ലെങ്കിൽ ഈ സീക്വൻസിന്റെ മൊണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് ആയതുകൊണ്ട് ഈ സീക്വൻസിന്റെ എല്ലാ ടേമും 1-നെക്കാട്ടിലും കൂടുതലാണ്. കാരണം മൊണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസിന്റെ ഏറ്റവും മിനിമം വാല്യൂ അതിന്റെ ഫസ്റ്റ് ടേം ആണ്. സോ നമുക്ക് ക്ലിയർലി നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, we can clearly establish that our sequence Zn is always greater than 1 എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം സീക്വൻസ് is monotonic increasing and first term is 1. സോ എല്ലാ സീക്വൻസിന്റെ എല്ലാ ടേമും 1-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അതിന്റെ ലിമിറ്റും should be greater than 1.
ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സോ സീക്വൻസിന്റെ എല്ലാ ടേമും വണ്ണിനെക്കാട്ടിലും വലുതായതുകൊണ്ട് ലിമിറ്റ് ഷുഡ് ഓൾസോ ബി ഗ്രേറ്റർ ദാൻ 1. സോ ഇസഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 as well. ഓക്കെ, ഇസഡ് അപ്പോൾ 0 ആകാൻ പാടില്ല, കാരണം 0 1നെക്കാട്ടിലും ചെറുതാണ്. സോ ദ ഓൺലി പോസിബിലിറ്റി ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2. സോ ദാറ്റ് ഈസ് z is equal to 2. Okay, so limit zn is equal to z which is equal to 2. So നമ്മുടെ സീക്വൻസ് കൺവേർജന്റ് ആണ്, കൺവേർജ് ചെയ്യുന്ന വാല്യൂ 2 ആണെന്ന് പ്രൂവ് ചെയ്തു. സോ നമ്മൾ ചെയ്തത്, നമ്മൾ സീക്വൻസ് ഒരു റെക്കറൻസ് സീക്വൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് സീക്വൻസ് ആയിരുന്നു. അത് ആദ്യത്തെ 3 ടേംസ് അല്ലെങ്കിൽ 4 ടേംസ് നമ്മൾ എഴുതി നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ടായി. ഒന്നാമത്തെ ഒബ്സർവേഷൻ സീക്വൻസ് ടേംസ് എല്ലാം 2നെക്കാട്ടിലും ചെറുതാണ്, 2 സീക്വൻസ് മൊണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. ഈ 2 ഒബ്സർവേഷൻ വെച്ചിട്ട് ഇൻഡക്ഷൻ വെച്ച് നമ്മൾ ഈ 2 ഒബ്സർവേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തു general cases. So monotonic increasing and bounded, which implies sequence is convergent. So sequence limit is z ആയിട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന റിലേഷന്റെ അകത്ത് n tends to infinity കൊടുത്തു. അപ്പോൾ നമുക്ക് ഇസഡിന് 2 പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി, 0യോ 2ഓ. ഇനി സീക്വൻസിന്റെ എല്ലാ ടേമും 1നെക്കാട്ടിലും വലുതാണ്. സോ ലിമിറ്റ് ഷുഡ് ഓൾസോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, 1ഓ 1നെക്കാട്ടിലും വലുതാണ്. സോ 0 ആകാൻ പാടില്ല സീക്വൻസ് ലിമിറ്റ്. സോ the only other possibility is z is equal to 2. So our limit should be equal to 2. Okay.